ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ, രോഗവിമുക്ത പാദങ്ങൾ. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കുടിവെള്ള സ്രോതസ്സുകളായ പുഴകളെ മലിനമാക്കുന്നവർക്കെതിരെ ജില്ലാ പുഴ സംരക്ഷണ ഏകോപന സമിതി ശക്തമായ പ്രതിരോധവുമായി രംഗത്തെത്തി. സുപ്രീംകോടതി നിർദ്ദേശിച്ച പ്രകാരമുള്ള സമിതിയാണ് രൂപീകരിച്ചിരിക്കുന്നത്. കർശന ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകൃത്യങ്ങൾ ഇവർ ഇനി കലക്ടർക്ക് മുന്നിൽ അവതരിപ്പിക്കും. പ്രധാന വാർത്തകളിലേക്ക്. ധന്വന്തരി നിധി CPM കൈയടക്കിയെന്നാരോപിച്ച് കളക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ച്. പട്ടികജാതി വിഭാഗത്തിന് എൻട്രൻസ് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ബധിരർക്ക് സർക്കാർ ജോലിക്കായുള്ള നിയമ തടസ്സം ലഘൂകരിക്കുമെന്ന് മന്ത്രി മുനീർ. സാഫല്യം ഭിന്നശേഷി തൊഴിൽ മേള കോഴിക്കോട്ട്. വാർത്തകൾ വിശദമായി. ഭിന്നശേഷിയുള്ള തൊഴിൽ രഹിതർക്ക് ജോലി ലഭിക്കുന്നതിന് സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും സാഫല്യം എന്ന പേരിൽ തൊഴിൽ മേളകൾ സംഘടിപ്പിക്കുമെന്ന് സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ. ബധിരർക്ക് സർക്കാർ ജോലി ലഭിക്കുന്നതിനുള്ള നിയമ തടസ്സം ലഘൂകരിക്കുന്നതിനുള്ള പരിശ്രമം തുടരുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മോഡൽ ഹൈസ്കൂളിൽ സാഫല്യം ഭിന്നശേഷി തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന വികലാംഗക്ഷേമ കോർപ്പറേഷൻ വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്റർ, പാലിയേറ്റീവ് കെയർ സ്റ്റുഡൻസ് എന്നിവർ ചേർന്നാണ് കോഴിക്കോട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുമായി സഹകരിച്ച് ഭിന്നശേഷിയുള്ളവർക്കായി തൊഴിൽമേള സംഘടിപ്പിച്ചത്. സ്വകാര്യ മേഖലയിലെ സാമൂഹിക പ്രതിബദ്ധതയുള്ള തൊഴിൽ സംരംഭകരെയും സ്ഥാപനങ്ങളെയും സഹകരിപ്പിച്ചാണ് സാഫല്യം ആവിഷ്കരിച്ചിരിക്കുന്നത്. സ്പെഷ്യൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് നൽകി കാത്തിരിക്കുന്നവരെ തൊഴിൽമേളയിൽ എത്തിച്ചിരുന്നു. സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ MK മുനീർ മേള ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട്ടെ മാതൃകയിൽ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും സാഫല്യം എന്ന പേരിൽ തൊഴിൽമേള സംഘടിപ്പിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാന തൊഴിലുകളിലേക്ക് ബധിരർക്കും അവസരം വേണമെന്ന ആവശ്യം സർക്കാർ ഗൗരവത്തിലെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഓരോ പ്രദേശത്തുള്ള സംരംഭകരുമായി ബന്ധപ്പെട്ട്, തൊഴിൽദാതാക്കളുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും ഇത് നടപ്പിലാക്കി കഴിയുന്നത്ര ഭിന്നശേഷിയുള്ളവർക്ക് മുഴുവൻ ജോലി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങളുടെ ശ്രമം തുടരുകയാണ്. അതിനുവേണ്ടി കേരള സംസ്ഥാന വികലാംഗ കോർപ്പറേഷൻ എടുക്കുന്ന താൽപര്യം, വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ സെന്റർ ഭാരത സർക്കാർ, സ്റ്റുഡൻസ് ഇൻ പാലിയേറ്റീവ് കെയർ കോഴിക്കോട്, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കോഴിക്കോട്, എല്ലാവരും ചേർന്നുകൊണ്ടാണ് ഈ സംരംഭം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അത് എല്ലാ ജില്ലകളിലും തുടരുകയും പരമാവധി ആളുകൾക്ക് ജോലി കിട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ കഠിനാധ്വാനം ചെയ്യും എന്ന് ഉറപ്പു നൽകുകയാണ്. വികലാംഗക്ഷേമ കോർപ്പറേഷൻ ചെയർമാൻ കളത്തിൽ അബ്ദുള്ള ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ജില്ലാ കളക്ടർ CA ലത, വികലാംഗക്ഷേമ കോർപ്പറേഷൻ MD ഡോക്ടർ റോഷൻ ബിജിലി, കോർഡിനേറ്റർ S നസീം, BRC ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സജി ജോർജ്, കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ കിഷൻ ചന്ദ്, കൊറ്റമംഗലം ബിമൽ കുമാർ, CT സക്കീർ ഹുസൈൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വടകരയിലെ ധന്വന്തരി നിധി CPM നിയന്ത്രണത്തിലുള്ള സ്വകാര്യ ട്രസ്റ്റിന്റെ സ്വത്താക്കി മാറ്റിയതിനെതിരെ ധന്വന്തരി നിധി സംരക്ഷണ സമിതി കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ച് സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് KC അബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ജനകീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊതുജനങ്ങൾ സഹകരിച്ചാണ് വടകര ജില്ലാ ആശുപത്രിയോട് ചേർന്ന് ഡയാലിസിസ് സെന്റർ സ്ഥാപിക്കുന്നതിനായി കോടികൾ സമാഹരിച്ചത്. വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തുള്ളവരെ പങ്കെടുപ്പിച്ച് 2013 രൂപീകരിച്ച നിധി സമാഹരണ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധനസമാഹരണം. എന്നാൽ കോടികൾ പിരിവെടുത്ത ശേഷം ഈ തുക CPM നേതാവ് C ഭാസ്കരൻ ഫൗണ്ടർ ട്രസ്റ്റിയായി രൂപീകരിച്ച സ്വകാര്യ ട്രസ്റ്റിലേക്ക് മാറ്റുകയായിരുന്നെന്ന് ധന്വന്തരി നിധി സംരക്ഷണ സമിതി നേതാക്കൾ ആരോപിക്കുന്നു.
തുക ജനകീയ ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കി അതിൽ നിലനിർത്തണമെന്നാണ് സമിതിയുടെ ആവശ്യം. ഈ ആവശ്യമുന്നയിച്ച് കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് സമിതി നടത്തിയ മാർച്ച് DCC പ്രസിഡന്റ് KC അബു ഉദ്ഘാടനം ചെയ്തു. പണം പിരിച്ച ശേഷം വൻ ചതിയാണ് CPMന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും ജനങ്ങളുടെ പണം അപഹരിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും KC അബു പറഞ്ഞു. ഇതിന് പണം തന്ന നാട്ടുകാരോട് ആലോചിക്കാതെ CPMന്റെ ഒരു നേതാവായ C. ഭാസ്കരനെ ചെയർമാനായിട്ടുള്ള ഒരു ട്രസ്റ്റി വളരെ സ്വകാര്യമായി CPM രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. സമിതി ചെയർമാൻ കോട്ടയിൽ രാധാകൃഷ്ണൻ, വൈസ് ചെയർമാൻ AT സുരേന്ദ്രൻ, മനയത്ത് ചന്ദ്രൻ, MK ഭാസ്കരൻ, N. വേണു, TK കുഞ്ഞബ്ദുള്ള, വടക്കേടത്ത് നാരായണൻ, PTM അശോകൻ, T. പ്രദീപ് എന്നിവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു. പട്ടികജാതി വിഭാഗത്തിന് എൻട്രൻസ് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുമെന്ന് പട്ടികജാതി പിന്നാക്കക്ഷേമ ടൂറിസം മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങളിലും A+ വാങ്ങിയവർക്കുള്ള സ്വർണ്ണ മെഡൽ നൽകി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എൻട്രൻസ് പഠന സൗകര്യമൊരുക്കുന്നതിന് പട്ടികജാതി വിഭാഗത്തിന് അനുവദിച്ച സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുമെന്ന് പട്ടികജാതി പിന്നാക്കക്ഷേമ ടൂറിസം മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട SSLC +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡൽ വിതരണം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പൈസ ഇല്ലാത്ത വിദ്യാർത്ഥികൾ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ അത്തരം വിദ്യാർത്ഥികൾക്ക് ഒരു ചെറിയ സഹായം എന്നുള്ള നിലയ്ക്ക് ഇത്തരം പരീക്ഷാ സെന്ററുകളിൽ പോയി പഠിക്കുന്നതിന് വേണ്ടിയുള്ള സഹായം നൽകുവാൻ ഗവൺമെന്റ് തീരുമാനിച്ചു. അത് 20,000 രൂപയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം മുതൽ അതും വർദ്ധിപ്പിക്കുമെന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. സംസ്ഥാനത്തെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട്, തൃശൂർ എന്നീ ജില്ലകളിലെ 194 SSLC-കാരെയും 57 +2 വിദ്യാർത്ഥികളെയുമാണ് കോഴിക്കോട് നടന്ന പരിപാടിയിൽ മന്ത്രി അരപ്പവൻ വീതമുള്ള സ്വർണ്ണ മെഡൽ നൽകി അനുമോദിച്ചത്. ചടങ്ങിൽ MLA പുരുഷൻ കടലുണ്ടി അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ പട്ടികജാതി വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ KV ബാബുരാജ്, സംസ്ഥാന ഉപദേശക സമിതി അംഗങ്ങളായ VT സുരേന്ദ്രൻ, TP ഭാസ്കരൻ, KPCC ജനറൽ സെക്രട്ടറി N. സുബ്രഹ്മണ്യൻ, T. ഭാസ്കരൻ, കിഷോർ എന്നിവർ സംസാരിച്ചു. കോഴിക്കോട് ചിന്മയ വിദ്യാലയത്തിലെ അധ്യാപകർക്ക് ശമ്പള വർധന നൽകി അനിശ്ചിതകാല സമരം ഒത്തുതീർപ്പാക്കാൻ മാനേജ്മെന്റ് മുൻകൈയെടുക്കണമെന്ന് അധ്യാപക രക്ഷാകർതൃ സമിതി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. അധ്യാപകർക്ക് ശമ്പള വർധനവിന്റെ പേരിൽ വിദ്യാർത്ഥികളിൽ നിന്നും ഈടാക്കിയ അധിക ഫീസ് നൽകിയാൽ തീർക്കാവുന്നതേയുള്ളൂ ഇപ്പോഴത്തെ പ്രശ്നമെന്നും അവർ ചൂണ്ടിക്കാട്ടി. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു PTA കമ്മിറ്റി ഭാരവാഹികൾ. അധ്യാപകർക്ക് ശമ്പളം വർദ്ധിപ്പിച്ചു നൽകാനെന്ന പേരിൽ 2013 ചിന്മയ വിദ്യാലയത്തിൽ 30% ഫീസ് വർധന വരുത്തിയിരുന്നതായി PTA കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ഇതുവഴി മാത്രം 40 ലക്ഷത്തിലധികം രൂപയാണ് സ്കൂളിന് അധികമായി ലഭിച്ചത്. എന്നാൽ ഇതിൽ നിന്ന് ഭാഗികമായി മാത്രമാണ് അധ്യാപകരുടെ ശമ്പള വർധനയ്ക്കായി നൽകുന്നതെന്ന് സ്കൂൾ മാനേജ്മെന്റ് നൽകിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. മൊത്തം 1,74 ലക്ഷം രൂപ ഫീസ് ഇനത്തിലും 1 കോടിയോളം രൂപ ഡൊണേഷൻ ഇനത്തിലും സ്കൂളിന് ലഭിക്കുന്നുണ്ട്. ഇതിന്റെ 40% മാത്രമേ ശമ്പള ഇനത്തിൽ ചെലവാകുന്നുള്ളൂ. ഭീമമായ തുക ബാക്കിയുണ്ടെന്നിരിക്കെ വർദ്ധിപ്പിച്ച ഫീസെങ്കിലും ശമ്പള ഇനത്തിൽ നൽകി സമരം ഒത്തുതീർപ്പാക്കാൻ മാനേജ്മെന്റ് മുൻകൈയെടുക്കണം. ഈ ആവശ്യത്തിനായി ഇനിയൊരു ഫീസ് വർധന അംഗീകരിക്കില്ലെന്നും PTA ഭാരവാഹികൾ വ്യക്തമാക്കി. വളരെ ശരിക്കും ഇതിന്റെ അടിസ്ഥാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ടീച്ചേഴ്സിന് ഒരു പേ സ്കെയിലില്ല, ഒരു കൃത്യമായ പേ സ്കെയിലില്ല. ഈ പേ സ്കെയിൽ എന്ന് പറയുന്ന സാധനം വന്നാൽ മാത്രമേ അവിടുത്തെ പ്രശ്നത്തിന് അന്തിമം പരിഹാരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ടീച്ചർമാർക്ക് എന്താണ് കിട്ടുന്നത്, എന്താ സാലറി കിട്ടുന്നത് എന്നുള്ളതിനെ പറ്റി അവർക്ക് പോലും ഒരു ഐഡിയ ഇല്ല. ഈ പേ സ്കെയിൽ ഏർപ്പെടുത്താമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്തൊരു വ്യക്തത നൽകാൻ അവർക്ക് മാനേജ്മെന്റിന് കഴിഞ്ഞില്ല. സമരത്തെ തുടർന്ന് സാമൂഹ്യ വിരുദ്ധർ അക്രമമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച ചേരാനിരുന്ന PTA യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. ഇതേ ദിവസം മന്ത്രി MK മുനീർ ജില്ലാ കളക്ടറുമായി വിഷയം ചർച്ച ചെയ്യാമെന്ന് ഉറപ്പു നൽകിയതായും ഭാരവാഹികൾ അറിയിച്ചു.
ചലച്ചിത്ര രംഗത്ത് പുത്തൻ പരീക്ഷണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന യുവ സംവിധായകൻ സന്ദീപ് അജിത് കുമാറിന്റെ ഒരാൾ പ്രദർശനത്തിന് തയ്യാറായി. സോഷ്യൽ മീഡിയയിലും മറ്റും ട്രയൽ റൺ നടത്തുന്ന ചിത്രം ഇതിനോടകം ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞു. മാഞ്ഞുപോയ മൈലാഞ്ചിക്ക് ശേഷം സന്ദീപ് അജിത് കുമാർ രചനയും സംവിധാനവും നിർവഹിച്ച ഷോർട്ട് ഫിലിമാണ് ഒരാൾ. 10 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രത്തിൽ സംഭാഷണ ശകലങ്ങളില്ല. ഡാർവിഷിന്റെയും രോഹിത്തിന്റെയും മേൽനോട്ടത്തിലുള്ള പശ്ചാത്തല സംഗീതത്തിലൂടെയാണ് ഈ ചിത്രം പുരോഗമിക്കുന്നത്. നിയമവും നീതിയും സാധാരണക്കാരനെ നിഷേധിക്കപ്പെടുന്നതും അത് പ്രതികരണത്തിലെത്തുന്നതുമാണ് ചിത്രം. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്വതന്ത്രാവിഷ്കാരമാണിത്. വിനോദ് കോഴിക്കോട്, പ്രണവ് മോഹൻ എന്നിവരാണ് അഭിനയിച്ചിരിക്കുന്നത്. യദുരാജിന്റെ ഛായാഗ്രഹണ മികവിലൂടെ സന്ദീപ് അജിത് കുമാർ കോഴിക്കോടും പരിസരങ്ങളിലുമായാണ് ഈ കൊച്ചു ചിത്രം സാക്ഷാത്കരിച്ചിരിക്കുന്നത്. സന്ദീപിന്റെ 6ാമത്തെ പ്രൊജക്ടാണിത്. ഫിലിം ഫെസ്റ്റിവലുകളിലേക്കും ക്ഷണം ലഭിച്ചു കഴിഞ്ഞു. യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും ഈ ചിത്രത്തിന്റെ ട്രയലുകൾക്ക് തന്നെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഫെബിൻ സിദ്ധാർത്ഥാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനം സ്പോർട്സ് കൗൺസിൽ ഹാളിൽ നടന്നു. ബാങ്ക്മാൻസ് ഫിലിം സൊസൈറ്റിയാണ് പ്രദർശനം സംഘടിപ്പിച്ചത്. ബാങ്ക്മാൻസ് ഫിലിം സൊസൈറ്റി സെക്രട്ടറി KJ തോമസ്, തീ കുളിക്കും പച്ചയമരം സിനിമയുടെ സംവിധായകനായ M വിനീഷ്, നാടക ചലച്ചിത്രകാരൻ T സുധാകരൻ, വിനോദ് കോഴിക്കോട്, സന്ദീപ് അജിത് കുമാർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. അടുത്ത വർഷം ഞങ്ങളുടെ വിവാഹമാണ്. ഇവൾക്ക് സ്തനാർബുദമാണ്. എന്നാൽ ഞങ്ങളുടെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല. ഇവളുടെ ക്യാൻസർ പൂർണ്ണമായും മാറും. ക്യാൻസർ നേരത്തെ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരിക്കലും അതിനെ ഒരു മാറാരോഗമായി കണക്കാക്കാൻ കഴിയില്ല. കൃത്യസമയത്തുള്ള ശരിയായ ചികിത്സയിലൂടെ ഈ രോഗം ഭേദമാക്കാവുന്നതാണ്. ക്യാൻസറിനെ മറികടക്കാൻ ഒരു രോഗിക്ക് ആദ്യം വേണ്ടത് ഇവരെപ്പോലെ മനക്കരുത്തും ആത്മവിശ്വാസവുമാണ്. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് വിരമിച്ച കോഴിക്കോട് ജില്ലയിലെ മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ വേദിയായ സ്നേഹ സംഗമത്തിന്റെ 1ാം വാർഷികം BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ച മിനിസ്റ്റീരിയൽ ജീവനക്കാരുടെ സ്നേഹ സംഗമം 1ാം വാർഷികം മാനാഞ്ചിറ BEM ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പ്രദീപ് കുമാർ MLA സംഗമം ഉദ്ഘാടനം ചെയ്തു. സന്നിവേശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ മനസ്സിൽ എന്തെങ്കിലും തരത്തിൽ ഒരു ചലനം ഉണ്ടാക്കാൻ, അതൊരു സ്വാധീനം ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും യുക്തിമായ പ്രസംഗം. അതിന് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള തോന്നണമെങ്കിൽ കൂടുതൽ കേൾക്കാനായില്ല, കേട്ടിടത്തോളം കാര്യം ശരിക്കും പറയാനാവും. വളരെ നല്ല നിലയിലുള്ള പ്രസന്റേഷനാണ്, അവതരണമാണ്. പ്രസംഗ അവതരണമാണ് ഇവിടെ നടന്നത്. സ്നേഹസംഗമം ചെയർപേഴ്സൺ ലീല സത്യനാഥൻ അധ്യക്ഷം വഹിച്ചു. K ഉസ്മാൻ, P വത്സലൻ, UK കുമാരൻ, സിസിലി ജോൺ, വത്സല ജോൺ, ഡോക്ടർ അബ്ദുൽ കരീം, വിദ്യാധരൻ അടിയോടി എന്നിവർ സംസാരിച്ചു. മഴവെള്ളം ഒഴുകിപ്പോവാൻ സൗകര്യമില്ലാത്തതിനാൽ വലിയാട്ടിൽ ഭാഗത്തെ വെള്ളക്കെട്ട് ജനജീവിതം ദുസ്സഹമാക്കുന്നു. ഫറോക്ക് പഞ്ചായത്തിലെ 23ാം വാർഡിലാണ് കുടിവെള്ളം പോലും വെള്ളക്കെട്ടിൽ നിന്നും ശേഖരിക്കേണ്ട ഗതികേടുള്ളത്. ശനിയാഴ്ച രാവിലെ പെയ്ത ശക്തമായ മഴ പ്രദേശത്തെ ആകെ വെള്ളത്തിലാഴ്ത്തി. മഴ പെയ്താൽ ഫറോക്ക് പഞ്ചായത്തിലെ വലിയാട്ടിൽ ഭാഗത്തുള്ളവർക്ക് ആദിയാണ്.
മഴവെള്ളം ഒഴുകിപ്പോവാൻ സൗകര്യമില്ലാത്തതാണ് ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നത്. ഇവിടെ ഓവുചാൽ നിർമ്മിക്കണമെന്ന് ജനപ്രതിനിധികളെ അഭ്യർത്ഥിച്ചിട്ടും ഇതുവരെ യാതൊരു ഫലവും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഈ വെള്ളക്കെട്ട് താണ്ടിയാണ് പ്രദേശത്തെ കുട്ടികൾ അംഗനവാടി, സ്കൂൾ, മദ്രസ എന്നിവിടങ്ങളിലേക്ക് പോകുന്നത്. വെള്ളക്കെട്ടിൽ നിന്നുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾ കുടിവെള്ളം പോലും ശേഖരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടങ്ങളിൽ ശരിയായ വിധത്തിൽ ഓവുചാലോ നടന്നു പോകുവാൻ ഒരു ഫുട്പാത്ത് പോലുമില്ല. നാട്ടുകാരുടെ നിരന്തര അഭ്യർത്ഥനയെ തുടർന്ന് ഈ അടുത്ത കാലത്ത് ഇവിടെ നിർമ്മിച്ച ഫുട്പാത്ത് വെട്ടിപ്പൊളിച്ചാണ് വെള്ളക്കെട്ടിന് അല്പമെങ്കിലും നാട്ടുകാർ ശമനമുണ്ടാക്കിയത്. നാട്ടുകാരായ ഹുസൈൻകുട്ടി എം, മുഹമ്മദ് ഷാഫി, PV സാദിഖ്, റൌഫ് കെ, വലിയാട്ടിൽ തറമൽ സലീം, മണ്ണിൽ അബൂബക്കർ, EK ഷംസുദ്ദീൻ, ലാലു, മുഹമ്മദ് കോയ, കുഞ്ഞിവാവ, മുഹമ്മദ് ഷാഫി വലിയാട്ടിൽ എന്നിവർ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള ശ്രമദാനത്തിൽ പങ്കാളികളായി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരികൾ സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിടും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ റേഷൻ വ്യാപാരികളുടെ സമരത്തെ തുടർന്ന് ഭക്ഷ്യമന്ത്രി നടത്തിയ ചർച്ചയിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിൽ വരുത്താത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രതിസന്ധി നേരിടുന്ന റേഷൻ മേഖലയിൽ വ്യാപാരികൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങളൊന്നും സർക്കാർ അംഗീകരിക്കാത്ത പശ്ചാത്തലത്തിലാണ് സമരത്തിലേക്ക് നീങ്ങുന്നതെന്ന് ഓൾ കേരള റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. റേഷൻ കാർഡ് പുതുക്കൽ ഉൾപ്പെടെയുള്ള മുഴുവൻ ഭാരവും സർക്കാർ റേഷൻ വ്യാപാരികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. സോൾവൻസി ഫീസ്, സെക്യൂരിറ്റി ഫീസ്, ലൈസൻസ് ഫീസ് എന്നിവ വൻതോതിൽ വർദ്ധിപ്പിച്ചു. അതേസമയം റേഷൻ വ്യാപാരികൾക്ക് മാത്രം വേതനം വർദ്ധിപ്പിക്കുകയോ ഡോർ ഡെലിവറി നടപ്പാക്കുകയോ ചെയ്തില്ല. കടത്തുകൂലിയും തൊഴിലാളികളുടെ കൂലിയും വർദ്ധിക്കുമ്പോഴും തുച്ഛമായ പ്രതിഫലം മാത്രം നൽകി സർക്കാർ റേഷൻ വ്യാപാരികളെ ദുരിതത്തിലേക്ക് തള്ളി നീക്കുകയാണ്. നേരത്തെ റേഷൻ വ്യാപാരികൾ നടത്തിയ സമരത്തെ തുടർന്ന് ഭക്ഷ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലെ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കുക കൂടി ചെയ്യാത്ത സാഹചര്യത്തിലാണ് വീണ്ടും ഒരു സമരത്തിലേക്ക് നീങ്ങുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 1.5 ലക്ഷം രൂപ സബ്സിഡി കൊടുക്കുമ്പം ഇതുമായി പ്രവർത്തിക്കുന്ന റേഷൻ വ്യാപാരികളുടെ വരുമാനം 3200 രൂപ. ഇത് വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ റിപ്പോർട്ടാണ്. സമരത്തിന്റെ മുന്നോടിയായി തിങ്കളാഴ്ച രാവിലെ താലൂക്ക് കേന്ദ്രങ്ങളിൽ പ്രകടനം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ലഹരിയെ എതിർക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമാണെന്ന് സർവോദയ ലഹരി വിരുദ്ധ സംസ്ഥാന പ്രസിഡന്റ് ഷബീന ശശാങ്കൻ പറഞ്ഞു. ഗാന്ധിഗൃഹത്തിൽ നടന്ന ലഹരി വിരുദ്ധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിയെ എന്ത് വില കൊടുത്തും എതിർക്കേണ്ടത് കാലത്തിന്റെ ആവശ്യമായിരിക്കുകയാണെന്ന് സർവോദയ ലഹരി വിരുദ്ധ സംസ്ഥാന പ്രസിഡന്റ് ഷബീന ശശാങ്കൻ പറഞ്ഞു. കോഴിക്കോട് ഗാന്ധിഗൃഹത്തിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. നമ്മുടെ ജില്ലയിലെ എല്ലാ സ്കൂളുകളിലും 14 നിയോജക മണ്ഡലങ്ങളുണ്ട്. ആ 14 നിയോജക മണ്ഡലങ്ങളിലായിട്ട് ഏകദേശം 80-85 സ്കൂളുകളുണ്ട്. ഈ സ്കൂളുകളിലെ കുട്ടികളിൽ നമ്മൾ ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയാണ് നമ്മൾ ജില്ലാ തലത്തിൽ ഒരു ടീമിനെ, ഒരു കോർ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്ത് പ്രവർത്തനത്തിന് വന്നത്. സർവോദയ ലഹരി വിരുദ്ധ ജില്ലാ കൺവീനർ AM സൈനാബി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ദേവദാസ് ഗാന്ധിഗ്രാം, രവീന്ദ്രൻ മാസ്റ്റർ, ഡോക്ടർ ദേവദാസ് എന്നിവർ സംസാരിച്ചു. ജില്ലാ പുഴ സംരക്ഷണ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പൂനൂർ പുഴയുടെ തീരത്ത് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കണ്ണാടിക്കൽ കൃഷ്ണൻ കടവിൽ നടന്ന കൂട്ടായ്മ കൌൺസിലർ KC ശോഭിത ഉദ്ഘാടനം ചെയ്തു. പ്രധാന കുടിവെള്ള സ്രോതസ്സുകൾ നശിപ്പിക്കുന്നതിൽ കൂട്ടായ്മ ഉത്കണ്ഠ രേഖപ്പെടുത്തി. ജില്ലയിലെ കുടിവെള്ള സ്രോതസ്സുകളായ പുഴകളെ മലിനമാക്കുന്നതിനെതിരെ ജില്ലാ പുഴ സംരക്ഷണ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ പൂനൂർ പുഴയുടെ തീരത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. മലിനജലം ഒഴുക്കിയും മാലിന്യങ്ങൾ തള്ളിയും പുഴതീരം കയ്യേറ്റം ചെയ്തുമുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ കണ്ണാടിക്കൽ കൃഷ്ണൻകടവിലായിരുന്നു പ്രതിഷേധ കൂട്ടായ്മ. സ്വകാര്യ വ്യക്തികൾ അന്യായമായി കൈയടക്കി വെച്ചിരിക്കുന്ന പുഴതീരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്നും കൂട്ടായ്മ ആവശ്യപ്പെട്ടു. ഇതിനായി സുപ്രീംകോടതി നിർദ്ദേശിച്ച പ്രകാരമുള്ള സമിതി രൂപവൽക്കരിച്ചു. പുഴതീരം സർവേ ചെയ്ത് കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കണം. പുഴ കയ്യേറുന്നവർക്ക് 5 വർഷം തടവും 50,000 രൂപയും വരെ ലഭിക്കാവുന്ന ശിക്ഷയുണ്ടായിട്ടും ഇതിനെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരം പുഴകളിൽ മാലിന്യം തള്ളുന്നത് ജാമ്യം പോലും ലഭിക്കാത്ത കുറ്റമാണെന്നിരിക്കെ ഇത്തരം പ്രവൃത്തികൾ തടയാനുള്ള കർശന നിർദ്ദേശം കലക്ടർ നൽകണമെന്ന് പ്രതിഷേധ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. നാട്ടുകാർക്ക് പുറമെ കല്ലായിപ്പുഴ, മാമ്പുഴ, ഇരുവഞ്ഞിപ്പുഴ, കുറ്റ്യാടിപ്പുഴ, കോരപ്പുഴ, ചെറുപുഴ, കൊയിലാണ്ടിപ്പുഴ, ചാലിയാർപ്പുഴ, പുല്ലിപ്പുഴ, കക്കോടിപ്പുഴ തുടങ്ങിയവയുടെ സംരക്ഷണത്തിന് പ്രവർത്തിക്കുന്നവരും കൂട്ടായ്മയിൽ എത്തിച്ചേർന്നു. കൌൺസിലർ KC ശോഭിത ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പുഴ സംരക്ഷണ ഏകോപന സമിതി പ്രസിഡന്റ് PA താഹ അധ്യക്ഷം വഹിച്ചു. ചേവായൂർ SI A വാസുദേവൻ, ഫൈസൽ പള്ളിക്കണ്ടി, SK കുഞ്ഞുമോൻ, NC സുധീഷ്, TT നാസർ, PP ഉമ്മർകോയ, KP സലീം ബാബു, KP അനിൽകുമാർ, TK ആസീസ്,
പി കോയ, മൊയ്തു കണ്ണങ്കോടൻ, എം ചന്ദ്രശേഖരൻ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ്. പ്ലാസ്റ്റിക് റെക്സിൻ നിർമ്മിത പാദരക്ഷകൾ ഡെർമറ്റൈറ്റിസ് പോലുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാക്കാം. തിരഞ്ഞെടുക്കൂ പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ. വാർത്തകൾ തുടരുന്നു. ഒരു തരത്തിലുമുള്ള ഔപചാരികതയിലും വിശ്വസിക്കാത്ത കവിയായിരുന്നു അയ്യപ്പനെന്ന് കവി പി ശ്രീധരൻ ഉണ്ണി. കവിത എന്നത് തന്നെ ഒരു ഔപചാരികതയുടെ സന്തതിയാണെന്ന് തെളിയിച്ച കവിയാണ് അയ്യപ്പനെന്നും അദ്ദേഹം പറഞ്ഞു. അനുസ്മരണ സമിതി ആഭിമുഖ്യത്തിൽ നടന്ന അയ്യപ്പൻ ഓർമ്മ പരിപാടിയിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കവി എ അയ്യപ്പന്റെ സ്മരണയിൽ കവിതയും സംഗീതവുമായി 3-ാം ദിവസവും പരിപാടികൾ നടന്നു. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന അനുസ്മരണ പരിപാടിയിൽ വെള്ളിയാഴ്ച നടന്ന കാവ്യസായാഹ്നം കവിതാ മുഖോപാധ്യായ ഉദ്ഘാടനം ചെയ്തു. പി ശ്രീധരൻ ഉണ്ണി മുഖ്യപ്രഭാഷണം നടത്തി. ഒരു തരത്തിലുള്ള ഔപചാരികതയിലും വിശ്വസിക്കാത്ത കവിയായിരുന്നു അയ്യപ്പൻ. കവിത എന്നത് തന്നെ ഒരു അനൗപചാരികതയുടെ സന്തതിയാണ് എന്ന് തെളിയിച്ച കവിയാണ് അയ്യപ്പൻ. അത് ഔപചാരികമായി വരുന്നതല്ല. നമ്മൾ വിചാരിച്ച് വളരെ കരുതിക്കൂട്ടി അങ്ങനെ ഒരു പ്ലാനിങ്ങോടുകൂടി എഴുതാൻ സാധിക്കുന്ന ഒന്നല്ല ഈ കവിത എന്ന് തെളിയിച്ച കവിയാണ് അയ്യപ്പൻ. അയ്യപ്പൻ്റെ കവിതകൾ അതിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാൻ പേർത്തും ആലോചിച്ച് നോക്കിയിട്ടുണ്ട്. അതിൻ്റെ മാധുര്യം എന്ന് പറയുന്നത് അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ആർദ്രതയാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അമ്പൂൻ ദീപ, ആര്യ ഗോപി, KR സന്ധ്യ, പ്രീത പ്രിയദർശിനി, ശ്രീരാമ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഹരിനാരായണൻ, വിനോദ് ശങ്കർ, ശശി പൂക്കാട് എന്നിവർ ചേർന്ന് സംഗീത പരിപാടി അവതരിപ്പിച്ചു. ശനിയാഴ്ച ചിത്ര ഫോട്ടോ പ്രദർശനം, കാവ്യ സന്ധ്യ, തുടർന്ന് അയ്യപ്പന്റെ കവിതകളെ ആധാരമാക്കി അരങ്ങ് അവതരിപ്പിച്ച ഞാറ്റുവേല നാടകം എന്നിവ നടന്നു. ഉപയോഗശൂന്യമായി റോഡരികിൽ നിൽക്കുന്ന ടെലിഫോൺ കാലുകൾ എടുത്തുമാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. ജില്ലയിലെ മിക്കയിടത്തും പരസ്യങ്ങൾ സ്ഥാപിക്കാൻ മാത്രമായിരിക്കുകയാണ് ഇത്തരം കാലുകൾ. ഫറോക്ക് ചുങ്കത്ത് ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഈ ടെലിഫോൺ പോസ്റ്റ് അപകടം സൃഷ്ടിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ഫറോക്ക് ചുങ്കം ബസ് സ്റ്റോപ്പിന് സമീപമുള്ള ഉപയോഗശൂന്യമായ ടെലിഫോൺ പോസ്റ്റ് യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിന് ചേർന്നാണ് ആർക്കും വേണ്ടാത്ത ഈ ടെലിഫോൺ പോസ്റ്റ് നോക്കുകുത്തിയായി നിൽക്കുന്നത്. ടെലിഫോൺ പോസ്റ്റിൽ സ്വകാര്യ സ്ഥാപനങ്ങളുടെയും രാഷ്ട്രീയ മത സംഘടനകളുടെയും വലുതും ചെറുതുമായ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനാൽ ബസ് സ്റ്റോപ്പിൽ കയറി നിൽക്കുന്ന യാത്രക്കാർക്ക് ബസിന്റെ ബോർഡ് നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണുള്ളത്. ഇത് കാരണം യാത്രക്കാർക്ക് റോഡിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട ഗതികേടുമുണ്ട്. നിലവിലുള്ള ബോർഡുകളിൽ ഏതെങ്കിലും ഒന്ന് നശിക്കുകയോ കാലാവധി തീരുകയോ ചെയ്താൽ അതിനു പകരമായി വേറെ ബോർഡുകൾ സ്ഥാപിക്കുകയാണ് പതിവ്. ഉപയോഗശൂന്യമായ ഇത്തരം പോസ്റ്റുകൾ റോഡരികിൽ പലയിടത്തും നോക്കുകുത്തിയായി കിടക്കുന്നുണ്ട്. ഇത്തരം പോസ്റ്റുകൾ അധികൃതർ തന്നെ എടുത്തുമാറ്റണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ചേളന്നൂർ ശ്രീനാരായണ ഗുരു കോളേജിൽ നടന്നു വന്ന ദേശീയ സെമിനാറിന് സമാപനം. കൊമേഴ്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സെമിനാർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ പ്രബന്ധങ്ങളും അവതരിപ്പിച്ചു. ഇന്ത്യൻ സമ്പദ്ഘടനയും നേരിട്ടുള്ള വിദേശ നിക്ഷേപവും എന്ന വിഷയത്തിൽ SNG കോളേജ് കൊമേഴ്സ് വിഭാഗം സംഘടിപ്പിച്ച ദേശീയ സെമിനാർ സമാപിച്ചു. 23-ന് ആരംഭിച്ച സെമിനാർ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. SNG കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ യു ഹേമന്ത് കുമാർ അധ്യക്ഷം വഹിച്ചു. PM രമേഷ് ബാബു, കൊമേഴ്സ് വിഭാഗ മേധാവി KN ഉദയവർമ്മൻ, KS ജ്യോതിലക്ഷ്മി, ഡോക്ടർ KG ശങ്കരനാരായണൻ, ഡോക്ടർ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു. അബ്ദുൾ ജലീൽ, സൂരജ് C, ഷാനിദ്, അബ്ദുൾ അസീസ്, VE ദിവ്യ, PT ജെറീഷ്, സിന്ധു കൃഷ്ണദാസ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. That deals with the proposals relating to FDI into India. So there are two ways of investing in a foreign country. The first is foreign portfolio investment and the second foreign direct investment. The former, that is foreign portfolio investment, refers to investing in securities sold by a foreign firm or government, and the raising of funds by the issue of GDRs, ADRs and so on are typical examples of foreign portfolio investment. വാർത്തകൾ ചുരുക്കത്തിൽ.
കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരുടെ പേരിൽ സംസ്ഥാനത്തെയും ജില്ലയിലെയും മികച്ച സഹകാരിക്കും കോഴിക്കോട് ജില്ലയിലെ മികച്ച 11 സഹകരണ സ്ഥാപനങ്ങൾക്കും പുരസ്കാരങ്ങൾ നൽകി ആദരിക്കും. EV കുമാരന്റെ പേരിലുള്ള മികച്ച സഹകാരിക്കുള്ള അവാർഡിന് കോട്ടയം ജില്ലയിലെ കീഴ്ത്തടിയൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റ് ജോർജ് സി കാപ്പനെയും TC ഗോപാലൻ മാസ്റ്ററുടെ സ്മരണാർത്ഥമുള്ള കോഴിക്കോട് ജില്ലയിലെ മികച്ച സഹകാരിക്കുള്ള അവാർഡിന് ചക്കിട്ടപ്പാറ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ES ജെയിംസും അർഹരായി. E. രാജഗോപാലൻ നായരുടെ പേരിൽ ജില്ലയിലെ വിവിധ മേഖലയിലെ 11 മികച്ച സഹകരണ സ്ഥാപനങ്ങൾക്കും അവാർഡുകൾ നൽകും. അവാർഡ് ദാന ചടങ്ങ് ഒക്ടോബർ 31 വെള്ളിയാഴ്ച കോഴിക്കോട് ടൗൺ ഹാളിൽ സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യുമെന്നും അവാർഡ് കമ്മിറ്റി പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ പറഞ്ഞു. തുടക്കക്കാർക്ക് IT ലോകത്തേക്ക് സ്വാഗതമോദി സ്റ്റാർട്ടപ്പ് വില്ലേജ് US സൈബർ പാർക്കിൽ ഒക്ടോബർ 27 ഉദ്ഘാടനം ചെയ്യും. പഠനശേഷം ജോലി തേടി പിടിക്കുക എന്ന പരമ്പരാഗത സങ്കല്പത്തെ അട്ടിമറിച്ച് തുടക്കക്കാരിലെ മിടുക്കർക്ക് കഴിവുറ്റ സംരംഭകരാകാൻ ഇനി സ്റ്റാർട്ടപ്പ് വില്ലേജിലെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്താനാകും. കേരള വ്യവസായ IT വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി സ്റ്റാർട്ടപ്പ് വില്ലേജ് ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധന്വന്തരി നിധി CPM കൈയടക്കിയെന്നാരോപിച്ച് കളക്ടറേറ്റിലേക്ക് ബഹുജന മാർച്ച്. പട്ടികജാതി വിഭാഗത്തിന് എൻട്രൻസ് പഠനത്തിനുള്ള സാമ്പത്തിക സഹായം വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി AP അനിൽകുമാർ. ബധിരർക്ക് സർക്കാർ ജോലിക്കായുള്ള നിയമ തടസ്സം ലഘൂകരിക്കുമെന്ന് മന്ത്രി മുനീർ. സാഫല്യം ഭിന്നശേഷി തൊഴിൽ മേള കോഴിക്കോട്ട്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രീമിയർ ജെനുവിൻ ലെതർ ഫുട്വെയർ രോഗവിമുക്ത പാദങ്ങൾ.